തിരിച്ചറിയാന്ന് പറയുന്നത് ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ പടത്തിൽ അഭിനയിച്ചത്, അനന്തരത്തിൽ അഭിനയിച്ചത്. അതിനുശേഷം ഞാൻ അഭിനയിക്കുന്ന സിനിമ മുദ്ര എന്ന് പറയുന്ന സിനിമയാണ്. സിബി സാറിൻ്റെ, സിബി മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ. അതിലാണ് ഒരു കമേഴ്ഷ്യൽ ഔട്ട്പുട്ടായിട്ട് വന്നത് ഒരു കഥാപാത്രം. അതും മമ്മൂക്ക തന്നെയാണ് ഹീറോ. അപ്പോൾ ആ സിനിമ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകളൊക്കെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര റിലീസായ സമയം ഞാൻ പിന്നെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്ത ബസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വേറെ ആളിരിക്കുന്നുണ്ട്. അപ്പം അയാളിങ്ങനെ കുറച്ച് നേരം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സൈഡിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം ഇങ്ങനെ നോക്കി, ഹലോ എന്താ നിങ്ങൾ ഈ ഇപ്പോൾ കോഴിക്കോട് രാധയിൽ മുദ്ര എന്ന് പറയുന്ന സിനിമ കളിക്കുന്നുണ്ട്, എന്നോട് പറയാം. അദ്ദേഹം പറയാണ്. ഞാൻ പറഞ്ഞ ഉണ്ട്, അതിൽ താങ്കളെപ്പോലെ ഒരു വ്യക്തിയുണ്ട്, കാണണം സിനിമ എന്ന് പറഞ്ഞാൽ. ഇതേ കാട്ടാണ്, യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലൊരു ചിരി വന്നു. ഞാനിത് എങ്ങനെയാണ് ഞാനാണെന്ന് പറയാമെന്നൊക്കെ ഒരു ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. പുള്ളി ആകെ അന്തം വിട്ടുപോയി. കാരണം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ തൊട്ടടുത്തിരിക്കുക, ബസ്സിൽ യാത്ര ചെയ്യുന്ന പുള്ളി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു എന്നെ തിരിച്ചറിഞ്ഞ ഒരു പ്രത്യേക അനുഭവം എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതാണ്. നമ്മളിപ്പോൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും തീർച്ചയായിട്ടും ഒരുപാട് അനിഷ്ട സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും കാണും. അതൊന്നും നമ്മളത് സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ കുറച്ചുണ്ടാവും, അതൊക്കെ അതിൻ്റെ വഴിക്ക് നമ്മൾ വിടും. നേരിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ചിലപ്പം ഒരു സിനിമയിൽ വിളിച്ചു, പിന്നെ ആ സിനിമയിൽ വിളിച്ചില്ല, അത് തീർച്ചയായിട്ടും അങ്ങനെ അനുഭവം എനിക്കുണ്ടായിട്ട് സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെ കൂടി ലാലേട്ടൻ്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി എല്ലാം ഓക്കെ ആയി. ആ പടത്തിന് ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോയതായിരുന്നു. പിന്നീട് ആ ഷൂട്ടിംഗ് ലാലേട്ടൻ്റെ പനി കാരണം ആ ഷൂട്ടിംഗ് പോസ്റ്റ്പോൺ ചെയ്തു. ഒരു മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും കോൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ ഷൂട്ടിംഗ് തുടങ്ങി ഞാൻ അറിയുന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എഴുതി വന്നപ്പോൾ അത് കുറച്ച് കോമഡി കഥാപാത്രമായിട്ട് മാറി. അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ മാറിയെന്നൊക്കെ പിന്നീട് ഞാൻ അറിയുന്നു. ഏതാണ് സിനിമ എന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങൾ, അത് സിനിമയും അഭിനയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ ഒന്നെന്ന് വെച്ചാൽ ചെപ്പടി വിദ്യ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകളാണ്. സിദ്ദിഖേട്ടൻ, ശ്രീനിയേട്ടൻ, ശ്രീവിദ്യ അമ്മ, മോനിഷ, ചിപ്പി, അങ്ങനെയുള്ള ചിപ്പിയല്ല മാധു, അങ്ങനെയുള്ള ആളുകൾ വളരെ ഞാൻ താരതമ്യേന പുതുമുഖമാണ് അതിൽ. അപ്പോൾ എല്ലാവരും വളരെ സഹകരണത്തോടു കൂടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോനിഷ വരുന്നത്. മോനിഷ അന്ന് വളരെ കത്തി നിൽക്കുന്നൊരു സമയം, ഒരുപാട് സിനിമകൾ, നാഷണൽ അവാർഡ്, ഗൾഫ് ട്രിപ്പ്, അങ്ങനെ കഴിഞ്ഞ് എല്ലാം കൂടെ അങ്ങനെ ഒരു സമയത്താണ്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. എന്നോട് എന്താ പറയുക, വളരെ താഴ്ന്ന രീതിയിൽ ഡൗൺ ടു എർത്ത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത് പോലെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് അഭിനയിക്കുന്നു. അങ്ങനെ 4-5 ദിവസം കഴിയുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോനിഷ നമ്മളെ ആ ലൊക്കേഷനാണ് പോണത്, വിട്ടുപോയി എന്ന് പറയുമ്പോൾ അത് ഒരു സിനിമയിൽ എനിക്ക് എപ്പോഴും ഒരു മുറിവ് തന്നെയാണ്. മനസ്സിലെപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ദുഃഖിപ്പിക്കുന്നൊരു സംഭവം അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നൊരു സംഭവം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് അവരുടെ വേർപാടാണ്. ഞാൻ ഈ പറയുന്ന ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചു. പറഞ്ഞ അനന്തരം പറഞ്ഞു, ആധാരം പറഞ്ഞു, മുദ്ര പറഞ്ഞു, അങ്ങനെ ചെപ്പടി വിദ്യ, അങ്ങനെ ഒരുപാട് സിനിമകൾ, വല്യേട്ടൻ, ബാലയേട്ടൻ, കുറേ പടത്തിൽ അഭിനയിച്ചു. പക്ഷേ ഇതൊക്കെ അഭിനയിച്ചാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ എന്നെ ആദ്യം കാണുന്നത് മണിച്ചിത്രത്താഴിലെ കിണ്ടിയായിട്ട് തന്നെയാണ്. എന്താണെന്നറിയില്ല, പടത്തിൻ്റെ ഹൈലൈറ്റാണ്. അപ്പോൾ അത് ഫീമെയിൽ ഓഡിയൻസ് ആണെങ്കിലും മെയിൽ ഓഡിയൻസ് ആണെങ്കിലും ഒരുപോലെ ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അത്രയും ആ പടം കാണാത്ത ആരുമില്ല. കേരളത്തിന് പുറത്തും ആ സിനിമ കാണാത്ത ആരുമില്ല. അതായിരിക്കാം അതിന് കാരണം. ഇപ്പോൾ പടം റിലീസായ 93 മറ്റുമാണ്. ഇപ്പം വീണ്ടും അത് TV ചാനൽസിലൂടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അത് ഓർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കിണ്ടി എപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ മായാതെ തന്നെ ഇപ്പോഴും കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കിണ്ടി ഞാൻ കണ്ട് കിണ്ടി അതെ, രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി. ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി കിണ്ടി. നല്ല സിനിമകളെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. കാരണം നല്ല സിനിമ അങ്ങനെ ആകുമ്പോൾ നല്ല സിനിമകൾ തീർച്ചയായിട്ടും ഉണ്ടായി വരും, നല്ല കഥാപാത്രങ്ങൾ വരും. ഇപ്പം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ നല്ല സിനിമകൾ തന്നെയാണ് ഇവിടെ ഓടിക്കുന്നത്. ചീത്ത സിനിമകളൊന്നും ഇവിടെ വിജയിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇനിയും
ചില നല്ല സിനിമകളൊക്കെ നമ്മൾ അറിയാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട്. അതിന് ചിലപ്പോൾ ചെറിയ വിഷമമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ നല്ല മാർക്കറ്റിംഗ് ഇല്ലാത്തതിൻ്റെ കുഴപ്പം, പബ്ലിസിറ്റി ഇല്ലാത്തതിൻ്റെ കുഴപ്പമൊക്കെ ആയിരിക്കാം. എങ്കിൽ കൂടെ നല്ല സിനിമകൾ കണ്ടെത്തി. കാരണം മലയാളികൾ എന്നും ലോകത്തിലെല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, നല്ല സിനിമകൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളാണ് മലയാളികൾ. അപ്പോൾ അതുണ്ടാവാനുള്ള കാരണം ഇവിടുത്തെ പ്രേക്ഷകർ തന്നെയാണ്. അവർ എന്താണ് നല്ല സിനിമ എന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമകൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചെടുക്കുക. വ്യത്യസ്തമായ സിനിമകളുടെ അനുഭവം അത് പ്രോത്സാഹിപ്പിക്കുക, അത് കാണുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ കഞ്ഞൂടി മുട്ടിക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക, അതൊക്കെ തന്നെ പറയാനുള്ളൂ.